ഇന്ത്യയിലെ പ്രധാന മരണകാരണങ്ങളിലൊന്നാണ് ക്യാൻസർ. ലാൻസൈറ്റിന്റെ പഠനമനുസരിച്ച് 2019 9 ലക്ഷത്തിലധികം മരണങ്ങൾ ക്യാൻസർ ബാധിച്ചാണ് സംഭവിച്ചത്. ഇത് ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കണക്കാണ്. 40% ക്യാൻസർ കേസുകളും ജീവിതശൈലി പരിഷ്കരണങ്ങളിലൂടെ തടയാൻ കഴിയുമെന്ന ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ക്യാൻസറിൽ നിന്നും പൂർണ്ണമായ സംരക്ഷണം ഉറപ്പു നൽകുന്ന ഒരു തന്ത്രവുമില്ലെങ്കിലും ആരോഗ്യകരമായ ശീലങ്ങളുടെ സംയോജനം സ്വീകരിക്കുന്നത് അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കും. ക്യാൻസർ തടയാൻ സഹായിക്കുന്ന ചില ജീവിതശൈലി മാറ്റങ്ങൾ നോക്കാം. ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. സമീകൃത ആഹാരം ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, മഞ്ഞൾ, വെളുത്തുള്ളി, ഇഞ്ചി തുടങ്ങിയവയുടെ ഉപഭോഗത്തിന് ശക്തമായ ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുണ്ടെന്ന് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കൂടാതെ തവിട്ടരി, തിന, ഗോതമ്പ്, ജോവർ തുടങ്ങിയ ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നാരുകളടങ്ങിയ ഭക്ഷണങ്ങളും വൻകുടൽ ക്യാൻസർ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. വിദഗ്ധർ ശുപാർശ ചെയ്തിരിക്കുന്ന മറ്റൊരു ഭക്ഷണക്രമം സംസ്കരിച്ച ഭക്ഷണങ്ങളുടെയും പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളുടെയും ഉപയോഗം കുറയ്ക്കുക എന്നതാണ്. ഇത് വീക്കം അല്ലെങ്കിൽ അമിതമായ വണ്ണത്തിന് കാരണമാകും. ഇത് ക്യാൻസർ സാധ്യതയ്ക്കും കാരണമാകും. ശാരീരികമായി സജീവമായി ഇരിക്കുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക. ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിന് ചിട്ടയായ ശാരീരിക പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണ്, പ്രത്യേകിച്ചും ഉദാസീനമായ ജീവിതശൈലി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ. സ്തനാർബുദം, വൻകുടൽ, പാൻക്രിയാറ്റിക് ക്യാൻസർ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അമിതവണ്ണത്തിനുള്ള സാധ്യത കുറയ്ക്കാൻ പതിവ് വ്യായാമം സഹായിക്കും. ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും വണ്ണം കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. കൂടാതെ ക്യാൻസറിന് കാരണമായേക്കാവുന്ന ഹോർമോണുകളെ നിയന്ത്രിക്കാനും വ്യായാമത്തിലൂടെ കഴിയും. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പ്രകാരം ഓരോ മുതിർന്ന വ്യക്തിയും മിതമായ തീവ്രതയിൽ വ്യായാമം ചെയ്യുന്നതിന് കുറഞ്ഞത് 150 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും തീവ്രമായ രീതിയിൽ വ്യായാമം 75 മിനിറ്റെങ്കിലും ചെലവഴിക്കണം. പുകയില ഒഴിവാക്കുക, മദ്യത്തിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക എന്നതാണ് മറ്റൊരു രീതി. ഗുഡ്ക, പാൻ, ബീഡി എന്നിവയുടെ രൂപത്തിലുള്ള പുകയില ഉപഭോഗത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വായിലും ശ്വാസകോശത്തിലും ഉണ്ടാകുന്ന അർബുദത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിരക്ക് മരണം സംഭവിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഗവേഷണങ്ങൾ അനുസരിച്ച് ലോകത്തിൻ്റെ മൊത്തം ക്യാൻസർ മരണങ്ങളിൽ 1/3 പുകവലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ക്യാൻസർ സാധ്യത തടയുന്നതിന് പുകയില ഉപഭോഗം ഒഴിവാക്കണമെന്ന് പറയാം. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിലും മദ്യപാനം നല്ലതാണ് എന്ന ധാരണയുണ്ട് പലർക്കും. എന്നിരുന്നാലും അമിതമായ മദ്യപാനം കരൾ, സ്തനാർബുദം, അന്നനാളം എന്നിവയുമായി ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒഴിവാക്കാനോ കുറഞ്ഞത് പരിമിതപ്പെടുത്താനോ ശുപാർശ ചെയ്യുകയാണ്. ശുപാർശ ചെയ്യുന്ന പരിധി സ്ത്രീകൾക്ക് പ്രതിദിനം 1-ൽ കൂടുതൽ, പുരുഷന്മാർക്ക് 2. ഇന്ത്യയിൽ ത്വക്ക് ക്യാൻസർ കുറവാണെങ്കിലും അത് പലപ്പോഴും സംഭവിക്കുന്നു, പ്രത്യേകിച്ച് ഉയർന്ന സൂര്യപ്രകാശമുള്ള പ്രദേശങ്ങളിൽ. ഇത്തരത്തിലുള്ള ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് അമിതമായ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പ്രത്യേകിച്ചും രാവിലെ 10-നും വൈകുന്നേരം 4-നും ഇടയിലുള്ള സൂര്യപ്രകാശം. മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്നതും ക്യാൻസറിനെ ഒഴിവാക്കാൻ നല്ലതാണ്. വിട്ടുമാറാത്ത സമ്മർദ്ദവും മോശം മാനസികാരോഗ്യവും രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തും. ഇത് ഈ മാരകമായ രോഗത്തിനെതിരെ പോരാടാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ തടയും. ആയതിനാൽ തന്നെ യോഗ, ധ്യാനം എന്നിവ പരിശീലിച്ചുകൊണ്ട് മാനസിക ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതും അത്യന്താപേക്ഷിതമാണ്. മതിയായ ഉറക്കം, ഹോബികൾ പിന്തുടരുക, ഇവയെല്ലാം മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. ക്യാൻസർ സാധ്യതയിൽ ജനിതക ശാസ്ത്രത്തിനും പങ്കുണ്ട്. ആയതിനാൽ കുടുംബത്തിൽ ഈ അസുഖം ബാധിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ചെറുതും സ്ഥിരവുമായ മാറ്റങ്ങൾ ദീർഘകാല ആരോഗ്യ ആനുകൂല്യങ്ങൾക്കും ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും ഇടയാക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.